എല്ലാ കാലത്തും ഒരു തല്ലുകൊള്ളി രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ഏറ്റവും അവസാനം ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ഇസ്രായേലിന്റെ കയ്യിൽ നിന്നാണ് ഒരു തല്ലുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നെങ്കിൽ അവസാനം ഈ ഇസ്രായേൽ പാകിസ്ഥാനെ ചുരുട്ടിക്കൂട്ടി ഒട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഖത്തറിൽ ഇസ്രായേലിന്റെ വലിയ ആക്രമണം ഉണ്ടായി. അതിനെതിരെയാണ് പാകിസ്ഥാൻ പ്രതിനിധി രക്ഷാസമിതിയിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചത്. പാകിസ്ഥാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഖത്തർ, ഗാസ, സിറിയ, ലെബൻ, ഇറാൻ, യമൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറി ഇത്തരം ആക്രമിക്കുന്നത് ശരിയല്ല. ഖത്തറിന്റെ രാജ്യാന്തര നിയമങ്ങൾക്കെതിരാണ്, ഇങ്ങനെ നമ്മുടെ രീതികൾക്കെതിരാണ് ഖത്തറിൽ നടത്തിയ ആക്രമണമെന്നും അതോടൊപ്പം തന്നെ ഇത് അവസാനിപ്പിക്കണമെന്നെല്ലാമുള്ള വലിയ മുന്നറിയിപ്പ് പാകിസ്ഥാൻ നൽകി. അതിനുശേഷമാണ് ഇസ്രായേലിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ചോദിക്കുകയാണ്, ഈ ബില്ലാദനെ, അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച ബില്ലാദന് അഭയം കൊടുത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഈ പാകിസ്ഥാനിൽ ഉള്ളിൽ കയറിയാണ്, അകത്ത് കയറിയാണ് ബില്ലാദനെ അമേരിക്ക വധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിമർശനം ഉന്നയിച്ചിട്ടില്ലല്ലോ. ലോകത്തിൽ ആരും വിമർശനം ഉന്നയിച്ചിട്ടില്ല. തീവ്രവാദത്തിനെതിരായിരുന്നു രാജ്യങ്ങൾ. അതോടൊപ്പം എല്ലാ രാജ്യങ്ങളും ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ബില്ലാദന് നിങ്ങളുടെ നാട്ടിൽ അഭയം കൊടുത്തതെന്നാണ് ചോദ്യം ഉയർന്നത്. അതിന് സമാനമായ രീതിയാണ് ഇസ്രായേലും ചെയ്തത്. ഹമാസിന്റെ ഭീകരവാദികളെ ഖത്തറിൽ കയറി കൊലപ്പെടുത്തി. അപ്പോൾ ഖത്തറിനോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഈ ഭീകരവാദികൾക്ക് ആഹാരം നൽകി, അവർക്ക് പാർപ്പിടം നൽകി എന്തിനാണ് തീറ്റിപ്പോറ്റുന്നതെന്ന് അവരോട് ചോദിക്കണം, അല്ലാതെ ഇസ്രായേലിനോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് വളരെ കൃത്യമാണല്ലോ. നമുക്കറിയാം, 2023 ഒക്ടോബറിലായിരുന്നു. ഒക്ടോബർ 23-നാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി 1200ഓളം പേരെ, കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ കൊലപ്പെടുത്തുകയും 250ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തത്. അത് വിവിധ രാജ്യങ്ങളിലുള്ള സാധാരണക്കാരായിരുന്നു. അവർ തങ്ങളുടെ ടൂറിസ്റ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ തങ്ങളുടെ ജീവിത സന്തോഷമാക്കാനായി ഇസ്രായേലിലേക്ക് എത്തുമ്പോഴാണ് ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി 1200ഓളം പേരെ കൊലപ്പെടുത്തിയത്. അന്ന് തന്നെ ഇസ്രായേൽ തീരുമാനിച്ചതാണ്, ഹമാസിന്റെ ഓരോ ആൾക്കാരെയും കൊണ്ട്, നേതാക്കളെ കൊണ്ട് ഇതിന് കണക്ക് പറയിക്കുമെന്ന് അവർ അന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം നടന്നതാണ് ഈ ആക്രമണങ്ങൾ. അല്ലാതെ ഈ ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിച്ചതല്ലല്ലോ. നമുക്ക് ഇന്ത്യയിലേക്ക് തന്നെ വരാം. ഇന്ത്യയിൽ തന്നെ പെഹൽഗാമിൽ സാധാരണക്കാരായ ഇന്ത്യക്കാർ അവിടെ എത്തി, ടൂറിസ്റ്റുകൾ അവിടെ എത്തി തങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നേടാനായി ശ്രമം നടത്തുമ്പോഴായിരുന്നു ഇത്തരം ഭീകരവാദികൾ എത്തി ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യക്കും പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ വലിയ തിരിച്ചടിയാണ് നൽകിയത്. ആ തിരിച്ചടിയുടെ ഫലമായി പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. ഇന്ത്യക്കെതിരെ ആരും തിരിഞ്ഞില്ലല്ലോ. കാരണം ഭീകരവാദത്തിനെതിരാണ്. ഇനി ലോകം നേരിടാൻ പോകുന്നത് ഭീകരവാദത്തെ ആയിരിക്കും. കാരണം വലിയ രീതിയിലാണ് ഈ ഭീകരവാദികൾ തഴച്ചു വളരുന്നത്. പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലായാലും സിറിയയിലായാലും ഈ ഗാസയിൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ അങ്ങനെ ഭീകരവാദികൾ പടർന്നു കയറുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ വരെ കുടിയേറ്റക്കാർ ഈ തീവ്രവാദം വളർത്തുകയല്ലേ. അപ്പോൾ ഭാവിയിൽ അവരെ എല്ലാം ഒതുക്കിയാൽ മാത്രമേ വിവിധ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആയുധം എടുക്കേണ്ടി വന്നാൽ ആയുധം എടുത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് എല്ലാ കാലത്തും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തെയും കടന്നു കയറാതെ നമ്മുടെ രാജ്യം വലുതാകണമെന്നും കൂടുതൽ ഭൂപ്രദേശം പിടിച്ചെടുക്കണമെന്നും ഇന്ത്യക്കാർക്ക് ചിന്തയില്ല. ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്ന സമാധാനമാണ്. പക്ഷെ അവരെ പോലും ഈ തീവ്രവാദികൾ ചൊറിഞ്ഞ് തിരിച്ചടി വാങ്ങുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അങ്ങനെ ഒരു തല്ലുകൊള്ളി രാജ്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഇസ്രായേലിന്റെ അടിയും കൂടി വാങ്ങിയാൽ മാത്രമേ അവർക്ക് ഇനി സമാധാനമാകാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ വലിയ ശക്തി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിലവിളിച്ച് ട്രംപിന് പുറകെ ഓടിയ രാജ്യമാണ്. ഒരു 4 ദിവസവും 3 ദിവസം നീണ്ടു നിന്ന ഒരു വലിയ ഇന്ത്യയുടെ ആക്രമണം പോലും താങ്ങാൻ കഴിയാത്ത രാജ്യമാണ് ഇനി ഇസ്രായേലിന്റെ മുകളിലേക്ക് പോകുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് പാകിസ്ഥാന്റെ ആ രാജ്യത്തെ ഇത്രയും മോശമാക്കിയത്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുക, അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ചൈന ഉൾപ്പെടെയുള്ള, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ്. പക്ഷെ മറ്റൊരു രാജ്യത്തിലേക്ക് വെടിവെച്ച് അവിടെ തീവ്രവാദികളെ കടത്തിവിട്ട് എങ്ങനെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭീകരവാദികൾക്ക് ഫണ്ടെത്തിച്ച് അത് വെച്ച് പുട്ടടിക്കുക എന്നതാണ് ഈ പാകിസ്ഥാന്റെ ലക്ഷ്യം. അത് കൂടുതൽ കാലം മുന്നോട്ട് പോകില്ല. ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ അവസാനം അവിടെ സംഭവിക്കാൻ പോകുന്നത്
നാം അഫ്ഗാനിസ്ഥാനിൽ കണ്ടല്ലോ. അല്ലാതെ എല്ലാ കാലത്തും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വിചാരം ഞങ്ങൾക്ക് ഭീകരവാദം വളർത്തി എല്ലാ കാലത്തും മുന്നോട്ട് പോകാമെന്നാണ്. ഇപ്പോൾ തന്നെ അത് മൂന്നായി പിളരുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് നമുക്കറിയാം. ബലൂചിസ്ഥാനിലെല്ലാം എല്ലാ ദിവസങ്ങളിലും പാക് സൈനികർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുകയാണ്. അത് താമസിയാതെ തന്നെ അത് ബലൂചിസ്ഥാൻ പുതിയ രാജ്യമായി മാറും. അവർക്ക് എത്ര നാൾ ഇങ്ങനെ അവരെ അടിച്ചമർത്തി പിടിച്ചു നിർത്താൻ കഴിയും? അവർ ഈ നേപ്പാളിലെല്ലാം സംഭവിച്ചതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി തന്നെ പുറത്തിറങ്ങുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന ഒരു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭൂപ്രദേശം കൂടിയാണ്. അതെല്ലാം നഷ്ടമാവുകയാണെങ്കിൽ പാകിസ്ഥാൻ തന്നെ രാജ്യം തന്നെ കാണില്ല. അത് ഒരു ഭാഗത്ത് ഈ അഫ്ഗാനിസ്ഥാനെ പോലെ ഒരു മതഭരണവും ഈ ബലൂചിസ്ഥാനിൽ ഒരു മതഭരണവും അങ്ങനെ വിവിധ മേഖലയായി പിളർന്നു പോകാനുള്ള സാധ്യതയാണ്. അങ്ങനെ സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അവർ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. പിന്നെ അവരെ പിന്തുണയ്ക്കാൻ കുറച്ച് രാജ്യങ്ങൾ കൂടി ഉണ്ടല്ലോ, ഈ മുസ്ലിം രാജ്യങ്ങളായി അവകാശപ്പെടുന്നത്. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ അവരെ സഹായിക്കാൻ ഓടിയെത്തുന്നത് കണ്ടിട്ടുണ്ട്. ആ സഹായമെല്ലാം എങ്ങോട്ട് പോയെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബ്രഹ്മോസ് എത്തിയപ്പോൾ തുർക്കിയെയും കാണാനില്ല, ചൈനയും കാണാനില്ല, പാകിസ്ഥാനെയും കാണാനില്ല, ഈ ഭീകരവാദികളെയും കാണാനില്ലാത്തൊരവസ്ഥ ഉണ്ടായി. നിലവിളിച്ചുകൊണ്ട് ട്രംപിന്റെ പുറകെ പോകേണ്ട ഗതികേടിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടെയുണ്ട്. ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതും ഈ പാകിസ്ഥാനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്നതാണ്. പണ്ട് യുദ്ധങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ എല്ലാ നിർണായക ആവശ്യങ്ങൾക്കും വിവര സാങ്കേതിക വിദ്യയിലും ഈ പാകിസ്ഥാനിൽ നിന്നുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് ചോർത്തി നൽകുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന രാജ്യം ഇസ്രയേലാണെന്ന ധാരണ പാകിസ്ഥാന് കൃത്യമായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി അമേരിക്ക തള്ളിപ്പറഞ്ഞാൽ പോലും ഇന്ത്യയിലെ ജനങ്ങൾ ഇസ്രയേലിനെ തള്ളിപ്പറയില്ല. ചില ജനങ്ങളുണ്ട്, അവരെയൊന്നും വലിയ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ പരിഗണിക്കുന്നത് പോലുമില്ല. കേരളത്തിൽ ഉൾപ്പെടെ ആനപ്പുറത്തെല്ലാം എഴുന്നള്ളിക്കുന്ന ചില ടീമുകളുണ്ടല്ലോ, അവരാരാണ് പരിഗണിക്കുന്നത്? അവർ പോകട്ടെ അല്ലേ. ഈ ഒരു പരസ്യത്തിലുണ്ടല്ലോ 99% അതിൽ 1% കീടാണു കാണുമെന്ന്. അത്തരക്കാരായി തന്നെയാണ് മലയാളികൾ ഉൾപ്പെടെ കണക്കാക്കുന്നത്. അവർക്ക് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ പ്രതിഷേധിച്ചോളൂ. പക്ഷേ എല്ലാ കാലത്തും ഇസ്രയേലിലെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ആ രാജ്യത്തിനും കൃത്യമായി പിന്തുണ ഇന്ത്യ നൽകുന്നുണ്ട്. അത് ആ രാജ്യം രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഹിറ്റ്ലറുടെ കാലത്തും പണ്ട് പല വിദേശ ശക്തികളും അവരെ വേട്ടയാടിയ കാലത്ത് പോലും ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഇന്ത്യക്കാർ. ആ സ്നേഹം ഇപ്പോഴും അവർക്കുമുണ്ട്, തിരിച്ചുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നിർണായക ഘട്ടത്തിലും പിന്നെ ഇന്ത്യയുടെ പിന്തുണ ഇസ്രയേലിനായിരിക്കും. അത് പാകിസ്ഥാന് കൃത്യമായി അറിയാം. പാകിസ്ഥാൻ ഇനി കൂടുതൽ ഇസ്രയേലിനെ ചൊറിയുകയാണെങ്കിൽ അവർക്ക് ഇത്രയും രാജ്യങ്ങളെ ആക്രമിക്കാമെങ്കിൽ ഖത്തർ വിചാരിച്ചിരുന്നു അമേരിക്കയുടെ വലം കൈയാണ് ഞങ്ങൾ, അതുകൊണ്ട് ഇസ്രയേൽ ഞങ്ങൾ ആക്രമിക്കില്ല എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. അവിടെ കയറി പോലും ഈ ഹമാസ് തീവ്രവാദികളെ കൊല്ലാൻ കഴിയുമെങ്കിൽ ഈ പാകിസ്ഥാൻ എന്ന ഒരു ഭീകരവാദ രാജ്യം, പട്ടിണിയും പരിവട്ടുമായുള്ള രാജ്യം, ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്ന രാജ്യം, കൃത്യമായി ജനാധിപത്യം ഇല്ലാത്ത രാജ്യം, പട്ടാളത്തിന്റെ കീഴിൽ അടിമയായി ജീവിക്കുന്ന ജനങ്ങളുള്ള രാജ്യം, ആ രാജ്യത്ത് പൂ പറിക്കുന്നത് പോലെ എന്തായാലും ഇസ്രയേലിന് ആക്രമണം നടത്താൻ ഇനി ആ അടി വാങ്ങിയാൽ മാത്രമേ പാകിസ്ഥാൻ നന്നാകുകയുള്ളൂ എങ്കിൽ ഇസ്രയേൽ അത് ചെയ്തിരിക്കും. ഇപ്പോൾ വാക്കുകളിലൂടെയാണ് രക്ഷാസമിതിയിൽ മറുപടി നൽകിയതെങ്കിൽ അവസാന ഘട്ടത്തിൽ അത് ആയുധത്തിലൂടെ മറുപടി നൽകാനും ഇസ്രയേലിന് അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.